അപ്പൊ എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ആസ് യൂഷ്വൽ, ദിസ് ഇസ് സന്ദീപ്, കൃഷ്ണകുമാർ, ലേഖ ആൻഡ് അനൂപ്. അപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഫൈനലി, ഹോപ്പ്ഫുള്ളി ദിസ് ഇസ് ദ ലാസ്റ്റ് എപ്പിസോഡ് ഓൺ ഗ്രാഫിക് നോവൽസ്. ഇത്തവണ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന വളരെ ഗ്രോണപ്സിന്റെ അറ്റത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഗ്രാഫിക് നോവൽസ് ആണ്. അപ്പോ ലേഖ, ഐ തിങ്ക് യു ക്യാൻ ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ. ഞാൻ ഐ തിങ്ക് യു ഓൾ നോട്ടീസ് എനിക്ക് കൂടുതൽ ഗ്രാഫിക് നോവൽസ് ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ആകെ വളരെ കുറച്ച് തന്നെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അത് കയ്യിലെണ്ണാവുന്ന എന്ന് പറയാവുന്ന. അപ്പൊ അതില് ഒന്ന് ഞാൻ ഏറ്റവും ആദ്യം വായിച്ചൊരു അത് പെർസിപ്പോളിസ് എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു പേര് മാർജൈൻ സത്രാപ്പി. മാർജിൻ സത്രാപ്പി. Marjani Satrapi, മാർജൈൻ yes. സത്രാപ്പി അവരുടെ പെർസിപ്പോളിസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. ഇപ്പം ഐ റിമെമ്പർ ദിസ് ബിക്കോസ് ഇറ്റ്സ് ഗോട്ട് എ ടീൽ ബാക്ക്ഗ്രൗണ്ടില് പർദ്ദ ഇട്ട സ്ത്രീകളുടെ തലയാണ് അതിന്റെ പെർസിപ്പോളിസ്. അപ്പം ഞാനിത് ഇൻട്രീഗിങ് ആയി തോന്നിയോണ്ട് വായിച്ച എന്റെ മനസ്സില് ഓക്കെ, എന്നെ ആൾക്കാരെന്നെ തല്ലരുത്. ഗ്രാഫിക് നോവൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാക്കുന്നത് നമ്മുടെ ബോബനും മോളിയും ടൈപ്പ് കാര്യങ്ങളുമായിട്ടാണ്. അതായത് ഇതൊരു കോമിക് ആണ്, ഇതില് വളരെ ലൈറ്റ് ഹാർട്ടഡ് റീഡ് ആണെന്ന് പറഞ്ഞിട്ട് വായിച്ചു തുടങ്ങിയ ഒരു പുസ്തകമാണ് പെർസിപ്പോളിസ്. സോ പെർസിപ്പോളിസിന്റെ കഥ ഇസ് അബൌട്ട് ഇറാനിൽ നടക്കുന്ന, എനിക്ക് തോന്നുന്നു 60s തൊട്ട് 90s വരെ, അതായത് അവരുടെ ഷാ റജീം വീഴുന്നതും അത് കഴിഞ്ഞിട്ട് അവരുടെ ഇപ്പത്തെ റെജീം വരുന്നതുമായിട്ടുള്ള ആ ഒരു സ്പാൻ ആണ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ദിസ് ഓഥർ. ഇത് ശരിക്കും മാർജൻ സത്രാപ്പിയുടെ ബയോഗ്രഫി ആണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. കാരണം അവര് ഇതിന്റെ തുടക്കത്തിൽ വളരെ എന്താ പറയാ ലിബറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ജീവിച്ച ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ അല്ലാത്തൊരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും, ഇൻഫാക്ട് ഷി ലീവ്സ് ദ കൺട്രി. പുള്ളിക്കാരത്തി UK എന്തോ പോവാണ് പഠിക്കാനായിട്ട്. ഷി France. നെവർ ഫ്രാൻസിലേക്ക്, കറക്റ്റ്. ഷി നെവർ ഗോസ് ബാക്ക്. ഐ തിങ്ക് പിന്നെ ആകെ കയ്യിലുള്ളത് ഈ കുറെ ഓർമ്മകളാണ്. വേർ ഹെർ ആൻസ്, ഹെർ ഗ്രാൻഡ് മദേഴ്സ് ലിവ്ഡ് എ വെരി ലിബറൽ ലൈഫ് ഇൻ ഇറാൻ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു നിലയിലേക്കാണ് ഇന്ന് ഇറാനിലെ പല കാര്യങ്ങളും നടക്കുന്നത് നമുക്കറിയാം. വിമൻ ഹു കട്ട് ദ ഹെയർ ഇൻ ദ പാർലമെന്റ് ആസ് എ സൈൻ ഓഫ് പ്രൊട്ടസ്റ്റ്. ദിസ് it was an eye opener for me because ഞാൻ ഈ ബുക്ക് വായിക്കുന്നത് early 2000s. അപ്പൊ തന്നെ ഇറാൻ was already a very എന്താ പറയുക, there are very strict rules on women. If you remember Sandy, നമുക്ക് പണ്ട് മൈസൂർ we used to have a group of Iranian students മൈസൂരില്. അപ്പൊ അതിൽ ഐ ഇന്ററാക്റ്റഡ് വിത്ത് എ ഫ്യൂ ഓഫ് ദം. അപ്പൊ അതിലൊരു കുട്ടിയുടെ അടുത്ത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി, നിങ്ങള് ഹിജാബ് ഇടുമോ? ഷി ഗോട്ട് വെരി ഒഫൻഡഡ്. ഞങ്ങൾ ഹിജാബ് ഒന്നും ഇടാറൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു സ്കാർഫ് മാത്രമേ ഇടാറുള്ളൂ. അത് ദിസ് വാസ് ഏർലി 2000s. ബൈ ദ എൻഡ് ഓഫ് 2020 2012, വിത്തിൻ എ സ്പാൻ ഓഫ് 12 yearsൽ വന്ന ചേഞ്ചസ് ഇസ് അൺബിലീവബിൾ. അപ്പൊ ദിസ് സ്റ്റോറി അതിന് മുമ്പത്തെ കഥയാണ്. അതിലും ലിബറൽ ആയിട്ടുള്ള ഒരു ഇതെന്ന് വിമൻ ഹാഡ് സോ മച്ച് ഫ്രീഡം, സോ മച്ച് വോയിസ്. അതിൽ നിന്നും വരുന്ന ആ ചേഞ്ചസ് ആണ് ആ കഥയുടെ ഇതിവൃത്തം. ഇറ്റ്സ് എ വെരി ഹെവി റീഡ്. അത് വായിച്ചിട്ട് എനിക്ക് ആക്ച്വലി കുറച്ച് 2-3 ദിവസത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ നൗ വെൻ ഐ ടോക്ക് അബൌട്ട് ഇറ്റ്, ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, ഈ പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വൈ ഇസ് ദിസ് സോ, ഇതിനൊന്നും ആർക്കും ഉത്തരവില്ല. ദർ ഓൺലി ആൻസേഴ്സ് ഇഫ് യു വാണ്ട് ടു ലിവ് ഹൗ യു വാണ്ട് ടു ലിവ്, ഇവിടുന്ന് പൊക്കോളൂ, നീ ഫ്രാൻസിലേക്കോ എവിടേക്കാച്ചാ പൊക്കോളൂ, ഇവിടെ നിന്നാൽ നിന്നെ കൊണ്ട് ഇത് കൂടില്ല. ആൻഡ് മിസ്സിങ് ആവുന്ന ആൾക്കാരും ആൻഡ് ഓൾ ദാറ്റ്, അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ പൊളിറ്റിക്സും റിലീജിയനും മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ കഥ. അതൊരു എനിക്ക് എപ്പോഴും തോന്നുന്നത് ഇങ്ങനത്തെ കഥകൾ നമ്മൾ വായിച്ചിരിക്കുന്നത് നല്ലതാണ്, എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാനായിട്ട്. എനിക്ക് തോന്നുന്നു അത് ഇന്നും റെലവെന്റ് ആണ്, അത് ഇന്ത്യക്കാർക്കും റെലവെന്റ് ആണ്. എല്ലാം റെലവെന്റ് ആണ്. അല്ല, it's not more about politics and religion, it is more about state and religion, governance and religion ആവുമ്പോഴാണ്. പൊളിറ്റിക്സ് പിന്നെ എന്നും ഒരു റിലീജിയസ് ഇതുണ്ടായിരുന്നു. അത് കറക്റ്റ്, യു റൈറ്റ്. ടെർമിനോളജി മാറിപ്പോയതാ. കറക്റ്റ്. നമ്മുടെ നീതിപീഠവും മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് ആർ റിലിജിയൻ. അതെപ്പോഴും അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നോട്ട് ജസ്റ്റ് അബൌട്ട് റിലീജിയൻ, ഇറ്റ്സ് ഓൾസോ അബൌട്ട് ജെൻഡർ ഇക്വാളിറ്റി. പിന്നെ ഇതിൽ തന്നെ ആ യൂറോപ്പിൽ പോയിട്ട് കുറച്ച് മറ്റേ യൂറോപ്യൻ ആ ഹിപ്പി ലൈഫിന്റെ ഒരു എക്സ്ട്രീമും കാണിക്കുന്നുണ്ടായിരുന്ന എന്റെ ഓർമ്മ. എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി മറ്റേ കുറച്ച് ജങ്കി ആവുന്നതും ആ ഭാഗങ്ങളും ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ
ഈ ഇത്രയും അധികം റെസ്ട്രിക്ഷൻസിന്റെ ഇടയിൽ നിന്നും വന്ന് ഒരു ഭയങ്കര ലിബറൽ ആയിട്ടൊരു സ്ഥലത്ത് പോകുമ്പോ മറ്റേ എക്സ്ട്രീമിൽ പോയി ഡ്രഗ്സിനൊക്കെ അടിമപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. ഷി റിക്കവേഴ്സ്. യാ പക്ഷെ ദാറ്റ്സ് ദ പോയിന്റ്. നമ്മൾ വല്ലാണ്ട് റെസ്ട്രിക്റ്റീവ് ആവുമ്പം അതിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ ദേ ഓൾവേസ് ട്രൈ ടു ഗോ ടു ദ അതർ എൻഡ്. എല്ലാം ഒരു ഇതിൽ കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. ഞാൻ എന്റെ സിനിമ കണ്ടിട്ടുണ്ട്, പെർസിപ്പോളിസ് ഉണ്ട്. വളരെ മനോഹരവും വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഫിലിമാണ്. ആനിമേറ്റഡ് അല്ലേ? ആനിമേഷൻ ആണത്. ഞാൻ കണ്ടിട്ടില്ല, സിനിമ കണ്ടിട്ടില്ല. 2 ഭാഗങ്ങളുണ്ട്. എനിക്കൊന്ന് പെർസിപ്പോളിസ് 2 എന്ന് പറഞ്ഞൊരു ഗ്രാഫിക് നോവൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. ആ സിനിമ എത്ര പോരാ. പക്ഷെ 1 ഞാൻ ഗ്രാഫിക് നോവൽ വായിച്ചിട്ടില്ല. പക്ഷെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. ഇത് എനിക്ക് തോന്നുന്നു അതിനകത്ത് നായികയുടെ ഫാമിലി കമ്മ്യൂണിസ്റ്റുകാരാണ്. കറക്റ്റ്. അപ്പൊ ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടെന്ന് അറിയുന്നത് അപ്പളാ. സോ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം ഷായ്ക്കെതിരാണ് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ഷാ ബേസിക്കലി ഒരു US പപ്പറ്റ് ആണ്. അപ്പൊ ഷായ്ക്കെതിരെ ഒരു പോപ്പുലിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അവർക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഷായുടെ സീക്രട്ട് പോലീസ് ഉണ്ട്. ദേ ആർ വെരി എന്താ പറയുക ക്രൂവൽ ടുവേർഡ്സ് പീപ്പിൾ ഇൻ ജനറൽ, ടുവേർഡ്സ് കമ്മ്യൂണിസ്റ്റ് ആസ് വെൽ. അപ്പൊ അവരുടെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്ത് ഷായുടെ ഭരണം വീഴുമ്പോൾ അവർ ആക്ച്വലി ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. പക്ഷെ അതിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് വെച്ചാൽ ഇസ്ലാമിക് റെവല്യൂഷൻ വരികയാണ്. ഒരു ഫണ്ടമെന്റലിസ്റ്റ് അത് അയത്തുള്ള വന്ന് ഭരണം പിടിച്ചെടുക്കുന്നു. അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം വളരെ മോശമാവും. സോ അവര് പഴയതിനെക്കാട്ടി മോശം സ്ഥിതിയിലേക്ക് പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇറാനിലേക്ക് അർബൻ പോപ്പുലേഷനാണ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ. എല്ലായിടത്തെയും പോലെ റൂറൽ പോപ്പുലേഷൻ ഭയങ്കര കൺസർവേറ്റീവ് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ഷീസ് ഫ്രോം എ വെൽ ഓഫ് ഫാമിലി. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളിക്കാരി പിന്നെ ഫാമിലി അയക്കുന്നതാണ് ഫ്രാൻസിലേക്ക്. അപ്പൊ അവിടെ ഒരു ഇതുപോലെ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഹിപ്പോക്രസി ഉണ്ട്. ലൈക്ക് പുള്ളിക്കാരി ഒരു ലിബറൽ സെറ്റപ്പിൽ പോയിട്ട് അവിടെ അന്നത്തെ ഫാഷൻ അനുസരിച്ച് എല്ലാവർക്കും റെവല്യൂഷൻ വേണം, എല്ലാവർക്കും ഹിപ്പിയായി നടക്കണം. ദേ വാണ്ട് ടോക്ക് അബൌട്ട് റെവല്യൂഷൻ, ദേ വാണ്ട് ബിഗ് തിങ്സ്. ബട്ട് അൾട്ടിമേറ്റ്ലി എല്ലാം ചെയ്യുന്നത് പോലെ എല്ലാവരും പറച്ചില് മാത്രമേ ഉള്ളൂ. ദേ ഡോണ്ട് ഡു എനിത്തിങ്. അത് രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഇറ്റ് ഹാസ് എ വെരി എക്സ്റ്റെൻസീവ് ഹിസ്റ്ററി അബൌട്ട് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പൊ അതിനകത്ത് ഈ 60s നക്സലൈറ്റ് മൂവ്മെന്റ് എന്ന് പച്ചപിടിച്ച് വരുമ്പോൾ അതൊരു കഥ പറയുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇതാണ്, അവർ റൊമാൻറ്റിസൈസ് ചെയ്യാണ് റെവല്യൂഷൻ. ആൻഡ് സഡൻലി കുറെ പിള്ളേരങ്ങ് അപ്രത്യക്ഷയാവും കോളേജിൽ നിന്നൊക്കെ. പക്ഷെ ഒരു കൂടിപ്പോയ 2-3 മാസം അത് കഴിഞ്ഞ് അങ്ങ് തിരിച്ചു വരും. ഇത് കാട്ടിലൊക്കെ പോയി കുറച്ച് നാള് കൊതുകടിയും മട്ടകടിയൊക്കെ കൊള്ളുമ്പോഴേക്ക് അവർ മതിയാക്കി പോകും. സോ പ്രാക്ടിക്കൽ വശങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ആ റെവല്യൂഷൻ ഈ റൊമന്റൈസ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, പ്രവണത, അതുകൊണ്ടാണ് അതിനകത്ത് പറയുന്നുണ്ട്. We've got keyboard warriors. അന്ന് കീബോർഡ് വാറിയർ. അന്ന് ലൈക് കാലിക്കറ്റില് റിമെമ്പർ NIT ഒരു സ്റ്റുഡന്റ് മിസ്സിംഗ് ആയ ഓക്കെ. ഇത് 70s നക്സൽ മൂവ്മെന്റ് ഇടയ്ക്ക് ഈശ്വര വാര്യരുടെ മകൻ എന്താ രാജൻ രാജൻ കേസ് ഭയങ്കര ഇതായിരുന്നല്ലോ. അപ്പം അമ്മയുടെ ഒരു കസിൻ, ഹസ്ബൻഡിന്റെ അമ്മയുടെ കസിൻ, പുള്ളി ആ സമയത്ത് ആ കോളേജിലുള്ള സമയത്താണ് ഈ നക്സൽ മൂവ്മെന്റ്. അപ്പം ഐ തിങ്ക് they were batchmates or at least probably a year apart. അപ്പൊ അന്ന് ഈ താടി വളർത്തി നടക്കുന്നവരെയൊക്കെ പിടിക്കുമായിരുന്നു. അന്നൊരു ജനറൽ ധാരണയുണ്ട്, താടി വളർത്തി കുളിക്കാണ്ട് നടക്കുന്നവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, അല്ലെങ്കിൽ ആ ഒരു നക്സൽസ് ആണ് എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. അപ്പം he was going through a heartbreak and so he had lost interest in everything. അപ്പൊ ഇങ്ങനെ താടിയൊക്കെ വളർത്തി വീട്ടിൽ വന്നിരിക്കുമ്പോ his dad used to be worried, വല്ല നക്സലും ആണോ ഇവനെ പിടിച്ചോണ്ട് പോവോ. ഇപ്പൊ ബോബ് മാർലിയുടെ ടീഷർട്ട് ഇട്ടാലാണ് പ്രശ്നം. ഞാൻ വായിച്ചിട്ടില്ല, പെർസിപ്പോളിസ് വായിച്ചിട്ടില്ല. പെർസിപ്പോളിസിന്റെ കുറച്ച് പാനൽസ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതെനിക്കൊരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. ഞാനത്
ആക്ച്വലി അത് എന്താണ് അതിന്റെ എന്താണ് കൺവേ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സംസാരിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈവൻ ഈ കമ്മ്യൂണിസം ഇറാൻ ഉണ്ടായിരുന്നു എന്നുള്ള കേസ്, മീൻസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും ഇപ്പോഴാണ് അല്ല, അത് മനസ്സിലാവുന്നത്. ഭരണകൂടം ഐ ഇല്ല. ഓപ്പണർ ഭരണകൂടമില്ല, ആയിരുന്നു. ഭരണകൂടമില്ല, ഭരണകൂടമില്ല, കമ്മ്യൂണിസ്റ്റ് അനുഭാവം. അനുഭവം. അല്ല, അത് ആ അവരുടെ ആദ്യത്തെ മർജാന്റെ ആദ്യത്തെ കാലത്തെ ഇറാൻ, അത് ഭയങ്കര അൺബിലീവബിൾ ആണ്. നമ്മുടെ സ്റ്റീരിയോ ടൈപ്സ് മുഴുവൻ തകർത്തെറിയുന്ന ഒരു സാധനമാണ്. നമ്മുടെ എന്താണ് അഫ്ഗാനിസ്ഥാനിൽ 60s എന്നിട്ട് ഇമേജസ് വരെ കണ്ടിട്ടില്ലേ ഫേസ്ബുക്കില്? ഇക്വലന്റ് ടു ദാറ്റ് ആണ് ശരിക്കും. അല്ല, നമ്മുടെ ചിമിമാണ്ട അങ്കോസി അഡീഷയില്ലേ, പുള്ളിക്കാരത്തി പറയുമല്ലോ സിംഗിൾ സ്റ്റോറി, ഡേഞ്ചേഴ്സ് ഓഫ് എ സിംഗിൾ സ്റ്റോറി. നമ്മുടെ സിംഗിൾ സ്റ്റോറി മുഴുവനും ഒപ്രസ്ഡ് ആയിട്ടുള്ള ഇറാനാണ്. ഇറാന്റെ ഒരു അതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാല്, ഇറാനിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉള്ളതെന്ന് വെച്ചാൽ, അവർക്ക് ആക്ച്വലി അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. സോ അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റൂട്ടഡ് ഇൻ ദാറ്റ് ഓൾഡ് സൈറസ് ദ ഗ്രേറ്റ് എംപയേഴ്സ്, പാഴ്സി മതം, അതിലൊക്കെ അവർക്ക് ഭയങ്കര പ്രൈഡുള്ള ആൾക്കാരാണ്. പിന്നെ അവരുടെ കൾച്ചറിൽ ഒരുപാട് വട്ടം ദേ ഹാഡ് സ്റ്റുഡ് അഗൻസ്റ്റ് അറബ്സ്. അപ്പൊ അവർക്ക് അറബിക് കൾച്ചറിൽ നിന്ന് കുറച്ച് നീങ്ങി നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. സോ ദേ ഹാവ് ദാറ്റ് സ്ട്രോങ് ഐഡന്റിറ്റി ഫീൽ. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ അർബൻ പോപ്പുലേഷൻ ആ റിലീജിയനോട് കുറച്ച് ഒരു അവേർഷൻ അവർക്ക് വരുന്നത്. അൾട്ടിമേറ്റ്ലി ഇറ്റ് ബോയിൽസ് ഡൗൺ ടു ഐഡന്റിറ്റി. പിന്നെ പെർസിപ്പോളിസിൽ ഏറ്റവും എനിക്ക് മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത് പുള്ളിക്കാരിയുടെ അച്ഛനുമായിട്ടുള്ള ബന്ധം, ഗ്രാൻഡ് മദറുമായിട്ടുള്ള ബന്ധം. ഹർ ഗ്രാൻഡ് മദർ ഈസ് ദ ബിഗ്ഗസ്റ്റ് റെവല്യൂഷണറി. അതെ, അതെ, അതെ. എനിക്കത് ഓർമ്മയുണ്ട്. ഏറ്റവും പുള്ളിക്കാരത്തെ വലിയ പോരാളി. എല്ലാ കാര്യത്തിനും എൻകറേജ് ചെയ്തിരുന്നത് ഗ്രാൻഡ് മദർ ആയിരുന്നു. അതെ അതെ ബിക്കോസ് ഷീസ് ലിവ് ദാറ്റ് ആ ഒരു ലിബറൽ ലൈഫിൽ ജീവിച്ച ഒരാൾക്ക് ജയിച്ചു. പിന്നെ ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പം തോന്നുന്ന ഒരു പുച്ഛം ഉണ്ടല്ലോ. നിങ്ങൾ ഒഴിമുറി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ ഓ, പിന്നെ ആരെങ്കിലും? ഒഴിമുറി, of course. yes. അതില് ഐ തിങ്ക് ശ്വേതാ മേനോൻ ശ്വേതമേനോ മദർ ഇൻ ലോ ആയിട്ട് അഭിനയിക്കുന്നത്. ഷീസ് എ വെരി ഇൻഡിപെൻഡന്റ് വുമൺ. ഇൻ Absolute യുവർ ഫേസ് matriarch. ആണ്. ആ മാട്രിയാർക്ക് ആണ് പുള്ളിക്കാരത്തി. ആൻഡ് വെൻ മെട്രിയാക്കാണ്. ഷീ സീസ് ഹർ ഡോട്ടർ ഇൻ ലോ ഇങ്ങനെ ഒരു എല്ലാം യെസ് മൂളി നിക്കണ കേൾക്കുമ്പോൾ ഷീ ഗെറ്റ്സ് ആംഗ്രി. എന്തിനാ അങ്ങനെ നിക്കണ? ആ ഒരു ഇതാണത്. ബിക്കോസ് യു ഹാഡ് ദറ്റ് പവർ, യു ഹാഡ് ദറ്റ് ഫ്രീഡം. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കും അത് വേണം, ആ ഒരു ഇക്വാളിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലാതെ കാണുമ്പോഴാണ് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്. പുള്ളിക്കാരി ഒരു ടിപ്പിക്കൽ മാട്രിയാർക്ക് അല്ല. അതായത് മരുമക്കത്തായത്തിന്റെ ആ സമയത്ത് എക്സ്ട്രീം മാട്രിയാർക്കൊന്നും അല്ല. പുള്ളിക്കാരിക്ക് വേണ്ടത് ഈക്വാലിറ്റി ആണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോ നെക്സ്റ്റ് വൺ, അടുത്ത ബുക്ക്. ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം കാണിക്കാം. ഇത് ഭീമായാണ്. സോ ഇറ്റ്സ് എ ഗ്രാഫിക് നോവൽ ബേസ്ഡ് ഓൺ അംബേദ്കർ. അംബേദ്കർസ് ലൈഫ്. Okay. വളരെ മനോഹരമായിട്ട് കുറെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വെച്ചിട്ട് they tell that story. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കാണിച്ചാണ്, കാരണം അത് അത്ര പോപ്പുലർ ഒന്നും അല്ല. ഇറ്റ്സ് ഫൺ ടു റീഡ്, ഇറ്റ്സ് ഫൺ ടു ലുക്ക് അറ്റ്. അതെ. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രാഫിക് നോവൽ വെച്ച ഇതാണ് ഉദയ. ഒരുപാട് ഞാൻ തപ്പിയിട്ടുള്ള സാധനമാണ്. ഇറ്റ്സ് ആക്ച്വലി നൗ ഇറ്റ്സ് അവൈലബിൾ. അവരൊന്ന് ഓക്കെ, ഇളക്കി വിട്ടിട്ടുണ്ട്. 3rd വോളിയം ഒക്കെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരി. അവരൊന്ന് ഇളക്കി ഓക്കെ. വിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് ഇത് വിൽക്കാൻ കുറച്ച് സ്റ്റോക്ക് ഉണ്ടെന്നാണ് എന്റെ അർത്ഥം. ഇറ്റ്സ് വെരി, എന്താ പറയാ, നമുക്ക് ഒരിക്കലും ഇത് ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ആ സ്റ്റൈലിലുള്ള ഒരു നരേഷനും ഇല്ലസ്ട്രേഷനും ആണ്. ഇല്ലസ്ട്രേഷൻ പിന്നെ ഓക്കെ, പക്ഷെ സ്റ്റോറി, എന്റെ കണ്ടന്റ് വളരെ നല്ല രസം. മറ്റേ പരശുരാമന്റെ മഴുവിന്റെ കഷ്ണങ്ങൾ തപ്പിപ്പോകുന്നതല്ലേ? അതെ അതെ അതെ, അങ്ങനെ എന്തോ അങ്ങനെയാണ്. ഞാനത് കുറെ നാളായി വായിച്ചിട്ട്. ഭയങ്കര വയലന്റ് ആണ്. ഏ അല്ല, ഭയങ്കര വയലന്റ് ആയ സംഭവമാണ് ചെയ്തിരിക്കുന്നത്. വയലന്റ് ആണ്. ദ ഹീറോ ഇസ് ആക്ച്വലി ആന്റി ഹീറോ. ഹീറോ. അതാണ് നമുക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. സോ ഹീസ് ഫൈറ്റിംഗ് അഗൻസ്റ്റ് ഹിസ് ഒപ്രസേഴ്സ്. അറ്റ് ദ സെയിം ടൈം ഹി ഓൾസോ ഡസന്റ് കെയർ അബൌട്ട് അതർ ഡൗൺ പ്രോഡക്റ്റ്. പുള്ളി ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ യൂസ് ചെയ്ത് അവർക്ക് ചാരിറ്റി കൊടുത്ത്
അയാളോട് നന്ദി തോന്നിച്ചിട്ട് അവരെ ഉപയോഗിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹി ഡസൻ കെയർ ഹൂ ഡൈസ് ഓർ ലിവ്സ്. അങ്ങനത്തെ മനുഷ്യനാണ്. സോ ആക്ച്വലി ഐ തിങ്ക് അയാളുടെ മോട്ടിവേഷൻസ് കംപ്ലീറ്റ്ലി നമുക്ക് മനസ്സിലായിട്ടില്ല എപ്പോഴും ഫസ്റ്റ് 2 വോളിയൂംസ് കഴിഞ്ഞിട്ട്. ഇത് ബേസ്ഡ് ഇൻ കേരള ആണെങ്കിലും ഇതിന്റെ മെയിൻ റൈറ്റേഴ്സ് ക്രിയേറ്റേഴ്സ് ഒക്കെ നോർത്ത് ഇന്ത്യക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ചിലയിടത്തൊക്കെ ആ ഒരു ട്രാൻസ്ലേഷന്റെ പ്രോബ്ലം വരുന്നുണ്ട്. ഇപ്പം ഒരിടത്ത് ഇത് ഇംഗ്ലീഷിലാണ് സ്റ്റോറി പോകുന്നത്. ഒരിടത്ത് ചെന്നപ്പം ഇവര് വെളിച്ചപ്പാടിനെ ഒറക്കൽ എന്നാണ് സംബോധന ചെയ്തേക്കുന്നത്. ORAKKAL. അത് അപ്പം ശരി. ഓറക്കൽ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഇവിടെ എവിടുന്നോ കേട്ടിട്ട് അത് മലയാളമാണെന്ന് മലയാളം ആണെന്ന് തെറ്റിദ്ധരിച്ച് വിചാരിച്ച് ഓറക്കൽ എന്ന് ആക്കി എഴുതി വെച്ചേക്കാണ്. പിന്നെ മെയിൻ എന്ന് വെച്ചാൽ ലേഖ ഉദയം എന്നുള്ള മ്യൂട്ടാണ്. വെളിച്ചപ്പാടിന് വേറൊരു വാക്ക് കോമരം പറയും. കോമരം. കോമരം കോമരം. അപ്പൊ എന്നിട്ട് മെയിൻ ഇതെന്ന് വെച്ചാല് ഈ ഉദയൻ എന്നുള്ള പേരാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഉദയനക്കുറിപ്പ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു പേരായിരിക്കും ഉദയൻ. ഉദയനൻ എന്നാണ് വേണ്ടിയിരുന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം അത് ഉദയനൻ എന്നുള്ള പേരിന്റെ ഒരു കൊളോക്കിയലിസമാണ്. അപ്പൊ അങ്ങനെ വിചാരിച്ചത് ഇത് സെക്കൻഡ് വോളിയത്തിൽ എവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ആക്ച്വലി ഒരു ഉദ്ദേശിച്ച ഒടിയനാണ്. അതാണ് അത് മിസ്ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉദയനായത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഇറ്റ്സ് എ വെരി ഫൺ റീഡ്. ഒരു മലയാളം കേരള ഫോക്ലോറിന്റെ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ അതുപോലെ ശരിക്കും എൻജോയ്. കാരണം കൈൻഡ് ഓഫ് റീഹാഷിംഗ് ദാറ്റ് ഫോക്ലോർ ടു സംതിങ് മോഡേൺ. വായിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് ടു എവരിവൺ. അതിന് അല്ല, ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്തേക്കണതാണ്. എനിക്കതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇടയ്ക്കാണ് 2 വാങ്ങിച്ചത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ബുക്കിലാന്ന് തോന്നുന്നു, രണ്ടാമത്തെ മാഗസിനകത്താന്ന് തോന്നുന്നു, ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്. കാലനെ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അതായത് ഒരു വൃദ്ധനായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു ട്വിസ്റ്റും സ്പോയിലറൊന്നുമല്ല, പക്ഷെ അങ്ങനെ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത്. കുറേ ക്യാരക്ടേഴ്സ്, ഇവരുടെയൊക്കെ കഥകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ചെയ്യാനുണ്ടാവും, ഒരുപാട് സ്പിൻ ഓഫ്സ് ഒക്കെ എഴുതാം. ആ ടൈപ്പ് സംഭവമാണ്. അതിലൊരു സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ ക്യാരക്ടർ ഉണ്ണിയാർച്ച. അതൊക്കെ നല്ല അത് വന്നിരിക്കുന്നതൊക്കെ വളരെ എന്താ പറയുക, ഒരു സിനിമാറ്റിക് ഫീലിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കൊള്ളാവുന്നൊരു സംഭവമാണ് ഓടിയ. പക്ഷെ ഇനി അടുത്ത എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഇൻറ്റൻസിറ്റി അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എപ്പോൾ വരുമോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഓൾമോസ്റ്റ് 10 years കഴിഞ്ഞില്ലേ? ഞാൻ ഒരുവിധം എല്ലാ വർഷവും ഞാൻ ചോദിക്കും അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് ഞാൻ നിങ്ങൾ ഇറക്കുമോ? 2010 ആ സമയത്ത് എന്തുവാണ് ഇതിനെക്കുറിച്ച് കേട്ടത്. ആ സമയത്ത് ഫ്ലിപ്കാർട്ടൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പൊ ഞാനൊക്കെ കുറെ ഫ്ലിപ്കാർട്ടിലൊക്കെ കുറെ നോക്കിയായിരുന്നു. അപ്പൊ 10 അല്ല 15 കൊല്ലമായി. ഞാൻ ആക്ച്വലി ഒടിയൻ്റെ കഥകൾ തേടി, എനിക്ക് ഓർമ്മയുണ്ട് ഇൻഫോസിസിൽ നമ്മുടെ ട്രെയിനിങ് അല്ല, അതൊക്കെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, ജോയിൻ ചെയ്ത ടൈമിലാന്ന് തോന്നുന്നു, അതായത് പ്രൊഡക്ഷനിൽ കയറിയ സമയത്താന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് ഞാൻ ഈ ഒടിയൻ്റെ കഥകൾ അന്വേഷിച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഐ ചാൻസ്ഡ് അപ്പോൺ ദിസ് വൺ. അതായത് അവർക്ക് മറ്റേ ഗൂഗിൾ സെർച്ചും അങ്ങനെയാണ് നമ്മളെ അല്ല ഞാൻ ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ്. എന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇത് ക്രിക്കും തന്നെയാണ്. അന്നാണ് ഞാൻ അത് ആ 1-2 പാനൽസിന്റെ പടമൊക്കെ അയച്ചു തന്നായിരുന്നു. അത് നമുക്ക് അന്ന് ഓൺലൈൻ വായിക്കാൻ പറ്റുമായിരുന്നു. ഒരു ഇഷ്യൂ എങ്ങാണ്ട് ഓൺലൈൻ കിട്ടിയായിരുന്നു. കുറച്ച് പേജസ് ഉണ്ടായിരുന്നു ഓൺലൈൻ. ഓക്കെ, അതന്നെ. ഓൾറൈറ്റ്, അടുത്ത പുസ്തകം പോരട്ടെ. എന്റെ വേറെ ഒന്നുമില്ല. രേഖ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ആദ്യം വായിച്ച പെർസിപ്പോളിസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓൾമോസ്റ്റ് 10 years എടുത്തു എനിക്ക് അടുത്തൊരു കോമിക് ബുക്ക് എടുക്കാനായിട്ട്. അങ്ങനെ എടുത്തതാണ് മൗസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. അത് ഏകദേശം ഇതിന്റെ അപ്പുറമാണ്, നെക്സ്റ്റ് ലെവലാണ്. കടിച്ചതിനേക്കാളും വലുതാണ് അളയിൽ ഇരിപ്പുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു ചെറിയൊരു പുസ്തകമല്ലേ, ഇതിപ്പോ അങ്ങോട്ട് വായിച്ചു കഴിക്കാം, എന്നിട്ട് ഇങ്ങോട്ട് ലൈബ്രറി കൊടുത്ത് അടുത്ത ബുക്ക് എടുക്കാം എന്നുള്ള ധാരണയിൽ എടുത്തൊരു പുസ്തകമാണ്. എനിക്ക് കൊണ്ട് 3 ആഴ്ചയോളം ഞാൻ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അതിലെ ഓരോ മൗസ് ഇസ് റിട്ടൺ ബൈ ആർട്ട് സ്പീഗൽമാൻ. അപ്പം അതിന്റെ ഒരു സിനോപ്സിസ് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. കാരണം അപ്പൊ ആർട്ട് സ്പീഗൽമാന്റെ അച്ഛൻ was a Jewish
നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് സർവൈവർ ആണ്. അപ്പം സോ ദ സ്റ്റോറി സ്റ്റാർട്ട്സ് ദർ എഫ്ലുവന്റ് ജ്യൂസ് ഇൻ ഐ തിങ്ക് പോളണ്ടിലാണ് അവര്. അവര് ആ സ്റ്റോറിയാണ്, അതായത് ആർട്ട് സ്പീഗൽമാന്റെ അച്ഛൻ, അമ്മ, ഒരു കുട്ടി ഉണ്ടായിരുന്നു അവർക്ക്. അവര് പോളണ്ടിൽ വളരെ സമാധാനപരമായിട്ട് ഇവര് അമ്മയുടെ പേരൻസ് ഭയങ്കര റിച്ച് ആണ്, ആക്ച്വലി വെരി റിച്ച്. എന്തോ ഫാക്ടറി എന്തോ ഉണ്ടായിരുന്നല്ലേ ഫാക്ടറി അവർക്ക്? ഉണ്ടായിരുന്നു അവർക്ക്. സോ ദേ വർ വെരി വെൽ ഓഫ് ഫാമിലി ആയിരുന്നു അവര് പോളണ്ടില്. നാസി ഇൻവേഷൻ കഴിയുമ്പം ദേ വർ ഓൾ സെൻഡ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്. അപ്പൊ അതിൽ നടക്കുന്ന സംഭവങ്ങളാണ് ആൻഡ് ഇന്റർലീവ്ഡ് വിത്ത് കറന്റ് ഇപ്പൊ നടക്കുന്നതുമായിട്ടാണ്. അതായത് ഇത് മുഴുവൻ അച്ഛന്റെ ഓർമ്മകളും ഇടയ്ക്ക് വെച്ച് ഇയാളുടെ അച്ഛനുമായിട്ടുള്ള ഇന്ററാക്ഷൻസും അതിലുണ്ട്. അതില് ഇവര് അതിന്റെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് അച്ഛൻ US-ലേക്ക് വരും. US-ൽ വന്നിട്ടാണ് ആർട്ട് സ്പീഗൽമാൻ ഉണ്ടാവുന്നതെന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ അച്ഛനും അമ്മയും വെരി ട്രോമറ്റൈസ്ഡ് ഓഫ് കോഴ്സ്. പഴയ കഥകൾ പറയാൻ അദ്ദേഹത്തിന്, അമ്മ മരിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ കഥകളൊക്കെ പതുക്കെ പതുക്കെ പുറത്തേക്കൊക്കെ വരുന്നത്. അതും അച്ഛൻ ഒന്നും കളയാൻ കൂട്ടാക്കില്ലായിരുന്നു. അങ്ങനത്തെയൊക്കെ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അച്ഛന്. ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ അച്ഛന് ഇഷ്ടമല്ല. ഇന്റൻസ് ഹങ്കറിൽ കൂടെ പോയ ഒരാളായതുകൊണ്ട് ഇങ്ങനക്ക് ഒന്നും വേസ്റ്റ് ചെയ്യണ ഇഷ്ടമല്ല. ഇത്തിരി കേടായാലൊന്നും പുള്ളിക്ക് പ്രശ്നമൊന്നുമല്ല, പുള്ളി കഴിക്കും. പാല് എക്സ്പയർ ആയി തന്നെ എടുത്ത് കളയുന്ന പരിപാടിയൊന്നും പുള്ളിക്കില്ല, പുള്ളി കുടിക്കും. പുള്ളി ഇറ്റ്സ് ഓക്കെ. അങ്ങനത്തെ കുറെ സൈക്കോളജിക്കൽ പ്രോബ്ലംസും പുള്ളിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അച്ഛനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഒരുപാട് ഹാലൂസിനേഷൻ ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്കായിരുന്നു തോന്നുന്നല്ലേ? അമ്മയുടെ അമ്മയ്ക്കായിരുന്നു അത്. ലാസ്റ്റ് ഡേയ്സിലായിരുന്നു. അമ്മയ്ക്കായിരുന്നു. അല്ല, ഇയാൾക്കും ഉണ്ടായിരുന്നു. അച്ഛനും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ ഈ കോമിക്സില് അവര് വരച്ചേക്കുന്നത് ജൂയിഷ് ആൾക്കാരെ മൗസസ് ആയിട്ടും നാസി ആൾക്കാരെ പിഗ് ഫേസ് ആയിട്ടാണ് അയാൾ വരച്ചേക്കുന്നത്. അതങ്ങനെയാണ് ആ ഫുൾ സ്റ്റോറിയില്. ബാക്കി പോളണ്ടുകാരെ പന്നികളായിട്ടും. അല്ല, സാധാരണക്കാരെ പന്നികളായിട്ടാ എന്ന് വെച്ച് മറ്റേ അപ്പൊ കഴിഞ്ഞാൽ ഈ നാസിക്കാരെ നാസി എന്തായിരുന്നു? പൂച്ചയല്ലേ? നാസികാർ ആണോ? പൂച്ച, നാസികാർ പൂച്ച, കറക്റ്റ്. അപ്പൊ ബാക്കി എന്താ പറയാ, ബാക്കി പോളണ്ടുകാര് ബേസിക്കലി ദേ ക്യാൻ ബി പ്രോ നാസീസ് ഓർ പ്രോ ജൂയിഷ്, അതെ എന്താണെങ്കിലും. അപ്പൊ അങ്ങനത്തെ ചില ഇത് പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്ത് ടു ടെൽ us what is എന്നുള്ളത്. ഈ ബുക്ക് ഞാൻ വായിച്ചു തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ട് കൂടിയാൽ കൂടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എടുത്ത് മാറ്റി വെക്കും. പിന്നെയും കുറച്ചു നേരം ഞാൻ വായിക്കും, പിന്നെ എടുത്ത് മാറ്റി വെക്കും. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ബുക്കിൽ ഒടുനീളം ആ ഫസ്റ്റ് ഹാഫിൽ ഇവർ കോൺസെൻട്രേഷൻ ക്യാമ്പ് വരെ എത്തിക്കുന്ന പീരിയഡില് ഇവര് സിസ്റ്റമാറ്റിക്കലി ഈ ഗ്രൂപ്പിനെ ഐസൊലേറ്റ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് സോ ഈ റെസ്റ്റ് ഓഫ് ദ പോളണ്ടില് ഇവർക്കൊരു എന്താ പറയാ, പോളണ്ടിന്റെ ഭാഗമല്ല ഇവരെന്നുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ സിസ്റ്റമാറ്റിക്കലി ഒഴിവാക്കി നിർത്തി ഔട്ട്സൈഡേഴ്സ് ആക്കി ഓസ്ട്രസൈസ് ചെയ്ത് ചില വഴി കൂടെ നടക്കാൻ പറ്റില്ല. സ്റ്റാർ കുത്തി നടക്കണം. യു ഹാവ് ടു വെയർ എ സ്റ്റാർ. അവസാനം അവരുടെ ബേക്കറികള്, കടകള്, ഇങ്ങനെ ഫൈനാൻഷ്യൽ റൂയിൻ. ആദ്യം സോഷ്യലി ഓസ്ട്രസൈസ് ചെയ്യും, ഫൈനാൻഷ്യൽ റൂയിൻ, അവരെ കടകളിൽ നിന്ന് സാധനം മേടിക്കും, കടകൾ അടപ്പിച്ചു തുടങ്ങി. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റൂയിനിലേക്കാണ്, അങ്ങനെയാണ് അതുവരെ എത്തിക്കുന്നത്. ഈവൻ നൗ ഇതൊക്കെ വാലിഡ് ആണ്. ഈവൻ നൗ ലോകത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത് നമുക്ക് കണ്ടാ അറിയാം. ഇതൊക്കെ ഒരു ഐസൊലേഷൻ ടാക്ടിക് നടക്കുന്നുണ്ട്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. അപ്പൊ നമ്മള് ഹിസ്റ്ററി പഠിക്കുന്നത് പണ്ടൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ എന്തിനു പഠിക്കണം, പണ്ട് വേൾഡ് വാർ നടന്ന് ഞാൻ എന്ത് ചെയ്തു. പക്ഷെ അല്ല, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ ഇത് കാണുമ്പോൾ നമുക്കിത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം, ഇതാണ് സംഭവിക്കുന്നത്, ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. ഇറ്റ്സ് ഓക്കെ, ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, ഇത്രയല്ലേ ചെയ്തുള്ളൂ, നമ്മൾ എന്തിനാ വെറുതെ ഒരാളെ ഉണ്ടാക്കണേന്ന് ചോദിക്കണേ. നോ, this is how it starts. It starts with saying you are different from us. അവിടെ നിന്ന് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പറയും, you different from us, so you need to start wearing certain clothes so that we know you are not us, part of നമ്മുടെ ഫാമിലി. അങ്ങനെ തുടങ്ങുന്നതാണ് പിന്നെ പതുക്കെ പതുക്കെ ഇതിലേക്കൊക്കെ എത്തുന്നത്. അത് ഇറ്റ്സ് എ വെരി ഹെവി റീഡ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ വായിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. ഈസി റീഡ് അല്ലെങ്കിൽ പോലും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. കാരണം അഗൈൻ ലേഖ പറഞ്ഞ പോലെ വെൻ യു സീ ദ പാറ്റേൺസ് ഓഫ് ഇറ്റ് ഹാപ്പനിങ് അഗൈൻ, യു വിൽ സ്റ്റാർട്ട് റിയലൈസിങ് ദിസ് ഇസ് ഹൗ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ്.
അതൊരു സൈക്കിളാണ് ഈ പറഞ്ഞ പോലെ. ആക്ച്വലി ഒരു ഏർലി 2000s താലിബാൻ അഫ്ഗാനിസ്ഥാനിലൊരു ഇത് നടത്തിയിരുന്ന ഒരു പ്രോഗ്രാം. അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളും സിഖുകാരും ഒരു യെല്ലോ ബാഡ്ജ്, യെല്ലോ സ്ക്വയർ കഷ്ണം ഓഫ് തുണി ദേഹത്ത് ഇങ്ങനെ പിൻ ചെയ്തൊന്ന് നടക്കും. അപ്പം ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്ത്, കാരണം ആ എക്സാക്ട് പാരലൽ ജ്യൂസ് ആ ഒരു യെല്ലോ സ്റ്റാർ വെച്ചുകൊണ്ട് നടക്കുന്നത്. സോ ലൈക്ക് യു സെഡ്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. സംടൈംസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് എക്സാക്ട് കോപ്പി. പിന്നെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മതി, ബാക്കിയെല്ലാം ഓർഗാനിക്കലി വരും. വേറെ ഗ്രൂപ്പ് ഉണ്ട്, ദേ ആർ ഡിഫറെന്റ് ഫ്രം മസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ബാക്കി സ്റ്റെപ്സ് ഒക്കെ നാച്ചുറൽ ആയിട്ട് വരും. സോ ഇറ്റ്സ് വെരി സ്കെയറി. ഈ ഈ ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ഇറ്റ്സ് വെരി വെരി റെലവെന്റ് ആക്ച്വലി. ഐ തിങ്ക് ഇതൊക്കെ പിള്ളേര് വായിച്ചിരിക്കേണ്ടതാണ്. ഷുഡ് ബി പാർട്ട് ഓഫ് ദ സിലബസ്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഗ്രാഫിക് നോവൽസ് ഒക്കെ ഒരുപാട് പേർക്ക് വായനാശീലം തുടങ്ങുന്നത് തന്നെ ഗ്രാഫിക് നോവൽസിന്നോ കോമിക് ബുക്സിന്നോ. സോ സം ഓഫ് ദിസ് ആക്ച്വലി പെർസിഫോളിസ് ആയാലും മൗസ് ആയാലും ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി മേഡ് പാർട്ട് ഓഫ് ദ കരിക്കുലം. കാരണം ദിസ് ഇസ് ഓൾസോ വാലിഡ് മീഡിയം ഓഫ് ലേണിംഗ്. ഇറ്റ്സ് ഓൾസോ വാലിഡ് മീഡിയം ഓഫ് ലിറ്ററേച്ചർ. പ്രത്യേകിച്ച് വായനാശീലം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അത് അല്ല, അത് ഭയങ്കര ഒരുപാട് റെസ്പെക്ട് തോന്നുന്നതാണ് ഈ ഗ്രാഫിക് നോവൽസ് ഉണ്ടാക്കുന്നവരോട് ഇതൊക്കെ വായിക്കുമ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ സിമ്പിൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴും വി ഫോർ വെൻഡേറ്റയിൽ ഒരു ടോട്ടാലിറ്റേറിയൻ ബ്രിട്ടനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലും തുടങ്ങുന്നത് എങ്ങനെയാണ്? അതിലും തുടങ്ങുന്നത് ഇതുപോലെ ഒരാൾ പവറിൽ വരുന്നു, അയാള് കംപ്ലീറ്റ്ലി ഒരു ഫെയ്ത്ത് ഓറിയന്റഡ് സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു. ലെസ്ബിയൻസ്, മുസ്ലിംസ് എല്ലാവരെയും അവര് കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്യുന്നു, എന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു ഏകാധിപത്യം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് ആ- 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 ഇതൊക്കെ വളരെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പടങ്ങളിലൂടെയും ഒരു കഥയിലൂടെയും ഒക്കെ കൊണ്ടുവരുമ്പോഴും ഒരു സോഷ്യൽ മെസ്സേജ് അവിടെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. ആ വി ഫോർ വെൻഡേറ്റയില് ആ പുസ്തകത്തിലും സിനിമയിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പുള്ളിക്കാരത്തി ഒരു ഒരു നോവലിന്റെ ഒരു നോവലല്ല, ഒരു ലെറ്ററിന്റെ കഷ്ണം പുള്ളിക്കാരത്തിക്ക് ജയിലിൽ നിന്ന് കിട്ടും. അതിൽ ആക്ച്വലി ഒരു ലെസ്ബിയൻ ലേഡിയുടെ മെമ്മറീസ് ആണ്. അല്ല, പുള്ളിക്കാരിക്കല്ല, അങ്ങേർക്കാ കിട്ടുന്നത്. അല്ല, അയാൾക്ക് കിട്ടുന്നു, അത് അയാൾ മറ്റേയാൾക്ക് പുള്ളിക്കാരത്തി ഓ കൊടുക്കുകയാണ്. സോറി, അത് കഴിഞ്ഞിട്ട് വീന കൊടുക്കുകയാണ്. ആദ്യം യെസ്, കിട്ടുന്നു. അതാണ് വീനെ ഡ്രൈവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് സോറി, ശരിയാണ് പറഞ്ഞത്. ഇ വി ഇവിക്ക് ഹാമണ്ടിന്. ഇവിയെ ആ സെയിം ജയിലിലിടും. അതെ അതെ അതെ. അതെ. എന്നിട്ട് പുള്ളിക്കാരത്തിക്ക് ആ സാധനം പ്ലാൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതില് മറ്റേ അത് മൂവിയിൽ, എനിക്ക് ഗ്രാഫിക് നോവലിൽ ഉണ്ടോന്ന് ഓർമ്മയില്ല, പക്ഷെ മൂവിയിൽ ഒരു ലൈൻ ഉണ്ട്. ആ പുള്ളിക്കാരത്തി ലാസ്റ്റ് ലൈനിൽ പറയുന്നതുണ്ട്, വാട്ട് എവർ ബി ഇറ്റ്, ഐ ഹാഡ് റോസസ് എവറി ഡേ ഫോർ 1 full year ആൻഡ് അപ്പോളജൈസ് ടു നോ വൺ. രോമാഞ്ചം ഉണ്ടാക്കുന്ന ലൈൻസ് ആണ്. എഗെയിൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ടോട്ടാലിറ്റേറിയൻ റൂളിന്റെ ഇടയിൽ ഒരാളുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹൗ ഷീ ഫോട്ട് ത്രൂ ദാറ്റ് എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് വി ഫോർ വെൻഡറ്റ. ഈവൻ ദ മൂവി ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമയാണ്. എനിക്ക് അതിൻ്റെ ഗ്രാഫിക് നോവൽ ഒരുപാട് കൂടുതലുണ്ട് സിനിമയിലുള്ളതിനേക്കാളും. അതിലെ ഇതില് സിനിമയിൽ അത് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ, പോയിട്ട് ഒരു ഒരു റേഡിയോ സ്റ്റേഷൻ പുള്ളിക്കാരൻ ടേക്ക് ഓവർ ചെയ്തിട്ട്, ടി വി സ്റ്റേഷൻ ടേക്ക് ഓവർ ചെയ്തിട്ട് പുള്ളിയുടെ റെവല്യൂഷണറി മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് പുള്ളി ആ സമയത്ത് ഒരാൾ കൊല്ലപ്പെടും ഗ്രാഫിക് നോവലില്. എന്നിട്ട് അയാളുടെ ഭാര്യയുടെ ഏകാന്തതയും പുള്ളിക്കാരത്തിയുടെ ഗ്രീഫും ഒക്കെ ഒരു പാരലൽ ത്രെഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതില് ഗ്രാഫിക് നോവലിൽ ഉദ്ദേശിക്കുന്നത് ടെററിസം, പുള്ളിക്കാരനൊരു ഐഡിയോളജി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇറ്റ് ഈസ് ടെററിസം ടു സം പീപ്പിൾ.
റെവല്യൂഷൻ ടു സംബഡി ഇസ് ടെററിസം ടു സംബഡി എൽസ്. അത് വിക്ടിംലെസ് അല്ല എന്നുള്ള ഒരു മെസ്സേജും കൂടെ അത് കൊടുക്കുന്നുണ്ട്. അത് എഗെയിൻ സിമിലർ ഐഡിയോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്രസ്ഡ് ആയിട്ടുള്ളവരുടെ ഫൈറ്റിനെ കുറിച്ചുള്ളതാണ്. വായിച്ചിട്ടുണ്ടോ ഡിഫറെന്റ്. എല്ലാവരും V for Vendetta? ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ഫിലിം കണ്ടിട്ടുണ്ട്, കുറെ വട്ടം കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടില്ല. ക്രിക്കും കണ്ടിട്ടുണ്ടോ? ഞാൻ ഫിലിം കണ്ടിട്ടുണ്ട്. വായിച്ചിട്ടില്ല ആക്ച്വലി അല്ലേ? ഇല്ല, ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു ഇത് ആദ്യം ഒരു ഗ്രാഫിക് നോവലാന്നുള്ള കാര്യം. 300 ആയ സമയത്ത് പോലും നൈസ്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെയാണ് ഇതൊക്കെ ഗ്രാഫിക് നോവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാവുന്നത്. ആക്ച്വലി ഞാൻ വി എന്ന പേരുള്ള ക്യാരക്ടർ അത് ഹ്യൂഗോ വീവിംഗ് ആണ് ചെയ്തതെന്ന് പോലും ഈ അതെ, അടുത്താണ് എനിക്ക് മുഖം മുഖം കാണിക്കുന്നില്ലല്ലോ. കാണിക്കുന്നില്ല. പക്ഷെ പുള്ളിയുടെ ആ സൗണ്ട് ഓ, ഭയങ്കര ആ ഹോണ്ടിങ് ആണ്. Yeah. സൗണ്ടിന്റെ പ്രസൻസ് ഭയങ്കരമാണ് ത്രൂ ഔട്ട് ദ മൂവി. അതിലെ ചില പാനൽസ് അഗെയിൻ എനിക്ക് ഭയങ്കര അതുപോലെ ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട്. ആ വി ഒരു റൂഫിൽ കൂടെ സ്ലൈഡ് ചെയ്ത് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എക്സാക്ട്ലി സെയിം ആസ് പാനൽസ് ആണ്. പക്ഷെ V for Vendetta അകത്തെ ഇലസ്ട്രേഷൻ എനിക്ക് അത്ര മനോഹരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഒരു സാധാരണ സ്റ്റാൻഡേർഡ് ഗ്രാഫിക് നോവലിന്റെ ഇലസ്ട്രേഷൻ ക്വാളിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കണ്ടന്റ് വാസ് റിയലി റിയലി ഗുഡ്. അതുപോലെ Ideas are bulletproof. ഐഡിയാസ് ആർ ബുള്ളറ്റ് പ്രൂഫ്. ഭയങ്കര പവർഫുൾ ലൈൻസ് ആണ് അതിൽ ത്രൂ ഔട്ട്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ റെവല്യൂഷണറി ആൻഡ് എ ടെററിസ്റ്റ് ഇസ് ഹൂ ഹാസ് ദ പവർ. ആരാണ് പവറിൽ ഇരിക്കുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും ഞാൻ റെവല്യൂഷണറി ആണോ ടെററിസ്റ്റ് ആണോ എന്നുള്ള ഡിഫറൻസ് വരുന്നത് അവിടെ മാത്രമാണ്. പിന്നെ അതുപോലെ പോയറ്റ്സ് ടെൽ ലൈസ് ടു ഷോ ദ ട്രൂത്ത് ആൻഡ് പൊളിറ്റീഷ്യൻസ് ടെൽ ലൈസ് ടു ഹൈഡ് ദ ട്രൂത്ത്. ഭയങ്കര നല്ല ഒരുപാട് നല്ല കോട്ട്സ് ഉണ്ട്. അതുപോലെ ഒരു സാധനമാണ് വാച്ച്മാൻ. എനിക്കിപ്പോഴും അതിലൊരു ഓപ്പണിംഗ് ജോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. മറ്റേ ക്ലൗൺ പറയുന്നതുണ്ട്. എന്ന് പറഞ്ഞാല് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് പറയും, ഡോക്ടർ എനിക്ക് ജീവിതത്തിൽ ഭയങ്കര വിരക്തിയാണ്, എനിക്ക് എനിക്ക് ഒന്നിനും താല്പര്യമില്ല, വളരെ ദുഃഖമാണ്, എൻ്റെ ഇറ്റ് സീംസ് ദ വാൾസ് ആർ ക്ലോസിങ് ഇൻ ഓൺ മീ എന്ന് പറയും. ഡോക്ടറെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ടൗണിൽ പോയിട്ട് പഗ്ലിയാച്ചി ദ ക്ലൗൺ ഉണ്ട്, അയാളുടെ ഷോ ഒന്ന് പോയി കാണാൻ പറയും. പറയും, ബട്ട് ഡോക്ടർ ഐ ആം പഗ്ലിയാച്ചി ദ ക്ലൗൺ. അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഇതും ഒരു ഒരു വല്ലാത്ത പ്ലോട്ടാണ് ഇതിന്റെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസാനം കൊണ്ടുവന്നിട്ട് ആ എൻഡ് ചെയ്യുന്നതും ആരാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നൊക്കെ ഉള്ളതിന്റെ അതിന്റെ റീസണും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സാധനം. ജസ്റ്റിഫൈഡ് ആണ്. ഒസിമാൻഡിയസ് മീൻസ് ആക്ച്വലി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റിഫൈഡ് ആണ്. എന്റെ ജിമെയിലിന്റെ ആക്ച്വലി ഗൂഗിൾ ഐഡിയുടെ DP ആ സ്മൈലി വിത്ത് ദാറ്റ് എന്താ പറയാ ബ്ലഡ് അതാണ് എന്റെ ജിമെയിൽ ഐഡി. ആക്ച്വലി അതിന്റെ ഓപ്പണിംഗ് ഇപ്പൊ നമ്മുടെ മോബിഡിക്കിന്റെ ഓപ്പണിംഗ് പല സ്ഥലത്തും ചോദിക്കാറില്ല. അതായത് ഐ ആം മെഹാബ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഓപ്പണിംഗ് അല്ലേ, അതുപോലെ ഐക്കോണിക് ഓപ്പണിംഗ് ആണിത്. ടുനൈറ്റ് ക്ലൗൺ ഡൈഡ് ഇൻ ദ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ. റോഷാക്ക് ആണല്ലോ പറയുന്നത്, റോഷാക്സ് ജേണൽ. ആക്ച്വലി റോഷാക്ക് സിനിമ വന്ന സമയത്ത് പലർക്കും ഇതെന്താണ് സാധനം പക്ഷെ ആക്ച്വലി റോഷാക്ക് ടെസ്റ്റ് എന്ന് വരുന്നതാണ്. ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിനകത്തൊരു കുറിപ്പിട്ടിരുന്നു. ആക്ച്വലി റോഷാക്ക് ജേണൽ എന്ന് പറഞ്ഞിട്ട് മറ്റേ വാച്ച്മാൻ്റെ ഒരു പാനലും വെച്ചോണ്ടൊരു കുറിപ്പിട്ടിരുന്നു. അന്ന് കുറേ പേര് അന്വേഷിച്ച് വന്നിട്ടുണ്ട് ആക്ച്വലി ഇതിവിടെ കിട്ടുമോ. എൻ്റെ കയ്യിൽ ഏറ്റവും വിലയുള്ള പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിൽ ഏറ്റവും വിലയുള്ള ബുക്കാണ് വാച്ച്മാൻ. പക്ഷെ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഫിലോസഫിക്കൽ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഡോക്ടർ മാൻഹാട്ടൻ മുഴുവൻ വളരെ ഫിലോസഫിക്കൽ. അതെ, ഭയങ്കര ഫിലോസഫിക്കൽ. കാരണം പുള്ളി ആ ലൈഫ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ കോൺസെപ്റ്റ് ഒക്കെ, ടൈം ലൈഫിന്റെ കോൺസെപ്റ്റ് ഒക്കെ പുള്ളി വിട്ടു. പുള്ളി എല്ലാം കണ്ട് മനസ്സിലാക്കിയ ആൾ അങ്ങ് ആ ഒരു ലെവലിലെത്തി. ഇനിയിപ്പോ ഒന്നുമില്ല, ഒരു യോഗിയുടെ ലെവലാണ്. ആക്ച്വലി ആ മാർഷല് കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് കോമിക് വിത്തിൻ എ കോമിക് ഉണ്ട്. ഒരു പയ്യൻ ന്യൂസ് സ്റ്റാൻഡിൽ നിന്നിട്ടൊരു കോമിക് വായിക്കുന്നുണ്ട്, അതും ഈ കഥയും ആക്ഷൻ മിറർ ചെയ്യുന്ന പോലെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു.
ആക്ച്വലി ഭയങ്കര ഡീപ്പായിട്ടുള്ള അനാലിസിസ് ആണ്. അത് മുഴുവൻ കണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷെ അതിനകത്ത് ഈ 2 കഥയും ഒന്നാണ് ആക്ച്വലി. പിന്നെ പുറത്ത് നടക്കുന്നതും അകത്ത് ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന കഥയും ഏകദേശം ഒരേ സാധനം മിറർ ചെയ്യുന്നു എന്ന് പറയുന്നില്ല. നമ്മുടെ മേട്രിക്സിന്റെ തുടക്കത്തിൽ നിയോയുടെ ബോസ് ഒരു റൂമിലിട്ട് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളി പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വിൻഡോ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സീനാണ്. ആക്ച്വലി ബോസ് പറയുന്ന അതേ കാര്യമാണ് കഥയിൽ നടക്കുന്നത്. യു ആർ എബോവ് ദ ലോ. ആ ടൈപ്പ് ഒരു സംഭവമാണ് ഈ കോമിക്സ്. ആക്ച്വലി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഫോർഷാഡോയിങ് ആണോ ഇതിന്റെ ഒരു എൻവലപ്പ് ആണോ എന്ന് അത് തന്നെയാണ് സംഭവം. ഫോർഷാഡോയിങ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ, കാരണം ഇത് ത്രൂ ഒന്നിച്ച് അതെ നടന്നതാണ്. കുറച്ചുള്ളിലാണ് കഥയില്. അതെ. ആ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇയാളുടെ സിനിമ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു സ്നോഡനാന്ന് തോന്നുന്നു, അതിനകത്താണോ അതോ ഫോർത്ത് എസ്റ്റേറ്റ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു സിനിമ വന്നപ്പോൾ അതിൽ എന്തോ ഒരു വിസിൽ ബ്ലോവറെ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ അതിൽ വന്നപ്പോൾ ഒരു ഡയലോഗ് അതിൽ പറയുന്നത് ഓസ്കാർ വൈൽഡിന്റെ കോട്ടാണ് ശരിക്കും. മാൻ ഈസ് ലീസ്റ്റ് ഹിംസെൽഫ് വെൻ ഹീസ് ഹിംസെൽഫ്. മാൻ ഈസ് എന്താ പറയുക, ആക്ച്വലി ഇഫ് യു ഗീവ് എം മാസ്ക് ഹി വിൽ ടെൽ ദ ട്രൂത്ത്. ഐ കനോട്ട്, എനിക്ക് ഇത് കിട്ടുന്നില്ല കോട്ട്. അതേ ഒരു ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞ റോഷാക്ക്. പുള്ളി എന്താ പറയാ, മാസ്ക് ഉള്ളപ്പോൾ അങ്ങേരുടെ ഐഡന്റിറ്റി എന്താണെന്ന് നമുക്ക് ആക്ച്വലി പുള്ളിക്ക് എന്തും ചെയ്യാം, പുള്ളിക്ക് എന്തും പറയാം, എവിടെ പോയി എന്ത് പ്രശ്നം ഉണ്ടാക്കാം. പക്ഷെ പുള്ളിയെ അൺവെയിൽ ചെയ്യുന്ന സീനിലാണ് നമുക്ക് ആളാരാന്ന് മനസ്സിലാവുന്നത്. നമ്മൾ അയാളെ എല്ലാ സീനിലും പുള്ളി നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളി ഒരു സ്ട്രീറ്റിൽ നിൽക്കുന്നത് നമ്മൾ രാസത്വം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ അത് ചെയ്തത് ജാക്കി എൽ ഹെയ്ലിയാണ്. പുള്ളി ഒരു സ്റ്റണ്ട് ആക്ടർ ആയിരുന്നു അത്രയും നാൾ. അയാളുടെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ആണെന്ന് പറയുന്നത് റോഷാക്ക്. ടു ഡേറ്റ് പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് പുള്ളിയെ വേറെ ക്യാരക്ടർ. സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പുള്ളിയെ. പുള്ളി ഉണ്ട് റോബോകോപ്പിൽ, മറ്റേ പുതിയ റോബോകോപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഉണ്ട് ആള്. പക്ഷെ അതൊക്കെ ഒരു സ്റ്റണ്ട് ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സ്റ്റാർ ആ രീതിയിലാണ്. പുള്ളി ഒരു ആക്ച്വലി പ്രിഡോമിനന്റ് സ്റ്റണ്ട് ആക്ടർ ആണ് ആള്. ഒരു ഉയരം കുറഞ്ഞൊരു സ്റ്റണ്ട് ആക്ടർ, അങ്ങനത്തെ കേസിനൊക്കെ ഉപയോഗിക്കുന്ന ആള്. ഹോബിറ്റിലൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അയാളുടെ ഒരു ആക്ച്വൽ ഒരു ക്യാരക്ടർ റോളാണ്, ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ റോൾ. അതും നല്ലൊരു റോൾ എന്ന് പറയാവുന്ന ഇത് സംഭവം തന്നെയാണ്. ദാറ്റ്സ് മൈ ടേക്ക് ഓൺ വാച്ച്മാൻ. Who watches the Watches the Watchmen? Watchmen. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ലൈനാണ്. ഹൂ വാച്ചസ്, ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ പോയി ചോദിക്കും ഹൂ ഓഡിറ്റ്സ് ദ ഓഡിറ്റേഴ്സ്. ഞാൻ എന്റെ ഫിലിം മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇത് ഞാൻ ഫിലിമാണ്. സിനിമ കണ്ടിട്ടാണ് സിനിമ കണ്ടിട്ടാണ് ഞാൻ ഗ്രാഫിക് നോവൽ വായിച്ചത്. ആക്ച്വലി സിനിമ കണ്ടിട്ട് അവസാനം ആവുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രസ്ഡ് ആയി പോകും. അങ്ങനത്തെ ഒരു സിനിമയാണ് അവസാനം. എനിക്കത് അപ്ലിഫ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. ആണല്ലേ? കാരണം ഇത് വളരെ റെയർ ആയിട്ടാണ് നമുക്ക് ഈ ഫിലിംസ് കാണുമ്പോൾ. സോ മോസ്റ്റ് ഫിലിംസ് വില്ലനും ഉണ്ടാവും, നായകൻ ഉണ്ടാവും. ഇറ്റ് വിൽ ബി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാറ്റിൽ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ. അപ്പൊ വളരെ റെയർ ആയിട്ട് നമുക്ക് നല്ല ഇങ്ങനത്തെ ഫിലിംസ് കിട്ടുന്നത്. ഇറ്റ്സ് എ കോൺഫ്ലിക്ട് ഓഫ് ഫിലോസഫീസ്. ദർ ഇസ് നോ ഈസി ആൻസർ. സംടൈംസ് നമുക്ക് എന്ത് ചൂസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ തോന്നും ഒക്സിമാൻഡിയാസ് ആണ് നല്ലതെന്ന് വിചാരിക്കും. പിന്നെ നമുക്ക് തോന്നുന്നു റോഷാർക്കാണ് കറക്റ്റ്. കാരണം റോഷാർക്കിന്റെ നേച്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ആർമഗഡൻ ദർ ഇസ് നോ കോംപ്രമൈസ്. അതാണ്. സത്യം. അതെ അതെ. At the same time, the villain's rationale is also correct. Like ഒരു നോബൽ ഇന്റൻഷന് വേണ്ടി he is ready to sacrifice millions. It makes sense in some way. ഒരു കോൺഫ്ലിക്റ്റ് ഇൻ ഫിലോസഫീസ്, അത് ആക്ച്വലി നമ്മുടെ ലൈഫിലും അതാണ്. യൂട്ടിലിറ്റേറിയൻ വേഴ്സസ് ഇതെന്ന് പറയണത്, അതായത് മെജോറിറ്റിക്ക് ഇത് കൊടുക്കണോ അതോ you sacrifice 5 people, save or give everyone the equal chance. എത്തിക്സിന്റെ ബേസിക് തിയറികളിലേക്ക്. ശരിയാണ്, ഒരു അൾട്ടിമേറ്റ് ട്രോളി പ്രോബ്ലം ആണ്. അതെ. മറ്റേ 2 റെയിൽവേ ലൈനിൽ ഒരു ലൈനിൽ കുറെ കുട്ടികൾ കളിക്കുന്നു, മറ്റേ ലൈനിലൊരു ആ ഒരു സംഭവമില്ലേ? അതെ അതെ. ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നു, അത് രണ്ടായി തിരിയുന്നു. ഒരു ലൈനില് ഒരു ലൈൻ യൂസ്ഡ് അല്ലാത്ത ലൈനിൽ ഒരു കുട്ടി ഇരുന്ന് കളിക്കുന്നു, മറ്റേടത്ത് 5 കുട്ടികൾ ഇരുന്ന് കളിക്കുന്നു. അപ്പൊ അല്ലാത്ത ലൈനിൽ 5 കുട്ടികൾ കളിക്കുന്നു. അതാ യൂസ്ഡ് അല്ലാത്ത ലൈനില് ബിക്കോസ് അതിലെ ട്രെയിൻ വരില്ല എന്ന് അവർക്ക് അറിയാം.
അല്ല, മറ്റ് നേരെ തിരിച്ചാണ്. അങ്ങനെയല്ലേ? അങ്ങനല്ല. നേരെ അങ്ങനെയാണോ? തിരിച്ചാണ്. യൂസ്ഡ് അല്ലാത്ത ലൈനില് ഒരു കുട്ടിയും യൂസ്ഡ് ഓക്കെ. ആയിട്ടുള്ള ലൈനിൽ 5 കുട്ടികളും ഇരുന്ന് കളിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ സ്വിച്ച് ത്രോ ചെയ്യാൻ പറ്റും. ട്രെയിൻ യൂസ്ഡ് ആയതും യൂസ്ഡ് അല്ലാത്തതിലോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ. നിങ്ങള് 5 പേരെ സേഫ് ആയിട്ട് ഇരുന്ന് കളിക്കുന്ന ഒരു കുട്ടിയെ കൊല്ലുമോ അതോ മണ്ടത്തരം കാണിച്ച 5 പിള്ളേരെ കൊല്ലുമോ എന്നുള്ളതാണ്. അതിലുപരി നമ്മുടെ ആക്ഷൻ ആൻഡ് ഇനാക്ഷൻ ആണ്. ഉം. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുട്ടി മരിക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നേരെ തിരിച്ച്. ചെയ്തില്ലെങ്കിൽ അഞ്ചു പേര് മരിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരാളെ മരിക്കുള്ളൂ. ഉം. സോ ഡു വി മേക്ക് ദറ്റ് കോൾ എന്നുള്ളതാണ്. ശരി, നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഇതിൽ ഇടപെടാതിരിക്കുകയാണെങ്കിൽ 5 പേര് മരിക്കും. പക്ഷെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരാളെ മരിക്കത്തുള്ളൂ. പക്ഷെ ആ ഒരാളുടെ മരണം നിങ്ങൾ കാരണമാണ്. അൺഫോർച്ചുനേറ്റ് ലോസ് ഓഫ് ലൈഫ് ആണ്. എന്നാ പിന്നെ അത് തിരിച്ചു വിട്ട് ആ ഒരു കുട്ടി എടുത്ത് ഓടിയാ പോരെ? അല്ല, അങ്ങനെ കുറെ പ്രീ കണ്ടീഷൻസ് ഉണ്ട്. ട്രെയിൻ ഉണ്ട് നിർത്താൻ ഉണ്ട് ഉണ്ട് പറ്റില്ല. ഉണ്ട്. ട്രെയിൻ ബ്രേക്ക് ഇല്ലാന്നോ എന്തൊക്കെയോ ഉണ്ട്. ട്രെയിനിലെ ആൾക്കാരെ തന്നെ വിളിച്ച് നോക്കാം. എന്തായാലും കൊലപാതകം നടക്കും. എന്നോട് ഈ അത് കുറച്ചു നേരം ചോദിക്കട്ടെ, എനിക്ക് ഉത്തരമില്ല. എത്തിക്സ് ഇസ് ഓൾ അബൌട്ട് ദാറ്റ്. ആ ഒരു ഒന്നെങ്കിൽ ഗംഗ മരിക്കും അല്ലെങ്കിൽ നഗലം മരിക്കും. നകുലം മരിക്കും. അതെ. പിന്നെ ആ, വ- ഈ ഈ ഈ അല്ല അനൂപ് പറഞ്ഞോ, ഞാൻ ടോപ്പിക് വിട്ടു പോവാ. വാച്ച്മാന്റെ ഒരു സീരീസും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ, HBO അല്ല, ഞാൻ കണ്ടിട്ടില്ല. അതെങ്ങനെയാണ്, നല്ലതാണോ? ഇറ്റ്സ് കുഴപ്പമില്ല. വെരി വെരി ഗുഡ്. ഓക്കെ. ആക്ച്വലി ആ ഒരു സീരീസ് ഗ്രാഫിക് നോവലുമായിട്ട് കുറച്ചും കൂടെ കൂറ് പുലർത്തുന്നതാണ്. ആക്ച്വലി അതിന്റെ ഒരു ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആണ്. കാരണം മൂവി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു എന്താ പറയുക, ക്ലൈമാക്സ് ഒക്കെ മോഡേൺ പോപ്പുലേഷന് വേണ്ടി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സീരീസ് അങ്ങനല്ല. അതൊരു മൂവിയിൽ നിന്നല്ല ഫോളോ ചെയ്യുന്നത്, ഒരു ഗ്രാഫിക് നോവലിൽ നിന്ന്. ഞാൻ ഇറ്റ്സ് ഓൾസോ വെരി ഗുഡ്. അമേരിക്കൻ ഗോഡ്സും മറ്റേ നീൽ ഗെയ്മാന്റെ സാൻഡ്മാൻ ക്രോണിക്കിൾസ് രണ്ടും സീരീസ് കാണാൻ നോക്കിയിട്ട് ഒരിടത്ത് എത്തിയില്ല. ഒരു സുഖം കിട്ടിയില്ല. സുഖമില്ല. അത് കാരണം ഞാൻ ഇതിന്റെ പിറകെ പോവാഞ്ഞ. I'm not a big Neil Gaiman fan anymore, so I'll sit out of this one. anymore. അതെ. Thank you for the good reads, but ഞാൻ പുള്ളിയുടെ അങ്ങനെ വായിച്ചിട്ടില്ല. ഞാൻ ഞാൻ ഞാന് ബിഗ് ഫാൻ ആയിരുന്നു. ഞാന് കോറലിന്റെ ഓഡിയോ ബുക്ക് കേട്ട് കോറലിൻ. ഗൂസ് ബംസ് അടിച്ചിരുന്നതാണ്. ഒന്നാമത് പുള്ളിയുടെ വോയിസിലും കൂടെ എന്തൊരു വോയിസ് ആണ്. കോറലൈൻ ഞാൻ മൂവി കണ്ടിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. Maybe we should ask this question. Should we divorce the art from the artist? Maybe sometime we have to explore that question. ഗ്രാമഫോൺ Financially gain ഉണ്ടോ ആർട്ടിസ്റ്റിന്? Should I be supporting someone who's gaining from my attention? ഗ്രാമഫോണില് ഒരു ലൈനുണ്ട്. കലാകാരന്മാര് സൽഗുണസമ്പന്നരായിരുന്നിട്ട് ആർക്ക് എന്താണോ കിട്ടാൻ. സൽഗുണ സമ്പന്നതയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മള് നീൽ ഗെയിമിന്റെ ഇഷ്യൂ വാസ് മോർ ഓഫ് എ കൺസെന്റിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ. അത് അയാൾക്ക് മൾട്ടിപ്പിൾ റിലേഷൻസ് ഉണ്ടാവുന്നു, കൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു, അയാൾക്ക് അയാളെ ഓപ്പൺ റിലേഷൻഷിപ്പിലാണെന്നുള്ളതൊക്കെ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഹൗ എ മാരേജ് ഷുഡ് ബി. നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അല്ല, പക്ഷെ ഇവിടെ ഉണ്ടായത് കൺസെൻഷ്വൽ ആണോ അല്ല എന്നുള്ള അല്ല, അലിഗേഷൻ അത് മൾട്ടിപ്പിൾ പീപ്പിൾ റേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിഫറൻസ് ഇതിനുള്ള ഒരു ടോപ്പിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീൽ ഗെയ്മനും പിന്നെ ഈവൻ JK റൗളിങ്ങിന്റെ കാര്യമൊക്കെ ഹോമോഫോബിക് ട്വീറ്റ്സ്. എനിക്ക് ഇതുപോലെ നോവലിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട അഡാപ്റ്റേഷൻ ഉള്ളത് ഒരെണ്ണം കോൺസ്റ്റന്റീൻ ആണ്. ഹെൽബ്ലേസർ ഞാൻ 1-2 കോമിക്സ് വായിച്ചു. ഇറ്റ് വാസ് ഓക്കെ, ബട്ട് കോൺസ്റ്റന്റീൻ ആസ് എ മൂവി വാസ് എ നോച്ച് എബവ് എനിത്തിങ് എൽസ്. സീരീസ് ഉണ്ട്. ഓ, Amazon ഞാൻ കണ്ടിട്ടില്ല. സീരീസ് ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി. ടോം ആക്ച്വലി നമ്മള് കീനു റീവ്സിനെയാണ് ഇത് കാണുന്നത്. ആക്ച്വൽ ഹെൽബ്ലേസറിനകത്തുള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ വരുന്നത് ശരിക്കും ആമസോൺ പ്രൈമിലെ സീരീസിലാണ് ശരിക്കും. ഓ, അത് ശരി. കുറെ കൂടി. പക്ഷെ നമുക്കറിയാം എല്ലാ എപ്പിസോഡും എങ്ങനെ എൻഡ് ചെയ്യാൻ പോകുന്നു. പുള്ളിക്ക് വലിയ ചലഞ്ച് ഒന്നും ഇല്ലല്ലോ.
മറ്റേ പക്ഷെ ഒരു എപ്പിസോഡ് 2 എപ്പിസോഡിലെങ്ങാണ്ടാണ് ആൾക്കൊരു ഒരു ചലഞ്ച് കിട്ടുന്നത്. കാരണം കോമിക്സിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഇതുപോലെ തന്നെ 1-2 മറ്റേ ഇഷ്യൂ വായിച്ചിട്ടുണ്ട്. അത് ഓൺലൈൻ വായിച്ചതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഫ്രീ ആയതുകൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ ഇഷ്യൂസ് ഇട്ടിരിക്കുന്നത്. പക്ഷേ കുറെ കൂടി അപ്പിയറൻസ് വൈസും മറ്റേ പ്രിമൈസ് വൈസും കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നത് സീരീസ് തന്നെയാണ്. ബിക്കോസ് അത് DC-യുടെ എനിക്ക് തോന്നുന്നു DC ആണെന്ന് തോന്നുന്നു അല്ലേ, DC-യുടെ യെസ്. ഇതാണ്. അപ്പോൾ ഈ നമ്മുടെ ലൂസിഫർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, ലൂസിഫർ മോർണിംഗ് സ്റ്റാർ ഒരു സീരീസ് ഉണ്ടല്ലോ, അതിൽ പുള്ളിയുടെ ക്രോസ് ഓവർ വരുന്നുണ്ട്. ഇങ്ങനെ പോയി അത് അടിപൊളി ഒരു സംഭവം. അതാണ് യൂട്യൂബിൽ ക്ലിപ്പ് കിടപ്പുന്നുണ്ട്. ഒരു പുള്ളി എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വാതിൽ ചെന്ന് മുട്ടുമ്പോൾ വാല് തുറക്കുന്നത് ഇങ്ങനെയാണ്. അത് വേറെ യൂണിവേഴ്സിലേക്കാണ് വാതിൽ തുറക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ കോൺസ്റ്റന്റീൻ ഇരിപ്പുണ്ട്, പുള്ളിയുടെ ക്രോണീസ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ എന്തോ ആവശ്യത്തിന് അവിടെ ചെല്ലുന്നതാണ്. കാരണം ഇങ്ങനെ ഹെല്ലിൽ പോയി തിരിച്ചു വന്നു എന്നാണല്ലോ എൻ്റെ ഒരു ലോർ, അങ്ങനെയാണല്ലോ. എനിക്ക് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ ക്ലൈമാക്സ്. അത്രയും നേരം മൂവി കുറച്ച് ഡള്ളായിട്ട് യെസ്, പൊക്കോണ്ടിരുന്നു. ക്ലൈമാക്സ് ഒരു നിവൃത്തി ഉണ്ടായില്ല. ക്ലൈമാക്സിൽ ഒരാൾ വരുന്നുണ്ട്, അപ്പോഴാണ് നമ്മുടെ കഥയൊക്കെ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് ഒരാളങ്ങ് ഇറങ്ങി വരും. വെള്ളയൊക്കെ ഇട്ടിട്ട് ഒരു പുള്ളി യേശുദാസിനെ പോലെ ഇങ്ങ് വരും. അപ്പൊ താടിയില്ലെന്നേ ഉള്ളൂ. അതെ, അപ്പോഴാണ് കഥ. ആക്ച്വലി ആ സീനില് അതിന്റെ ഫുൾ അതെങ്ങനെ വേണമെന്ന് തീരുമാനിച്ചത് പീറ്റർ സ്റ്റോമേറാണ്, ആ ആക്ടർ തന്നെയാണ്. ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല, പക്ഷെ ഇറ്റ് വാസ് ഹിസ് ഡിസിഷൻ ടു ഗോ വിത്ത് ദാറ്റ്. It worked really well. ആള് ഒരു പുലിയാണ് പുള്ളി. സത്യം പറഞ്ഞാല് അത്രയും നേരം കീനു റീവ്സിന്റെ ഒക്കെ ആ പ്രകടനം അങ്ങോട്ട് ആ സമയത്ത് അങ്ങ് തീർന്നു. അത് പുള്ളി അങ്ങ് സ്റ്റാർ ആവുകയാണ് പിന്നെ. അത് നല്ല നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. അത്യാവശ്യം ആക്ച്വലി നല്ല സക്സസ്ഫുൾ അഡാപ്റ്റേഷൻസിന്റെ എല്ലാത്തിന്റെയും പ്രത്യേകത സ്ക്രീൻ പ്ലേ ആണ്. വളരെ നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. ദിസ് ഇസ് കോൺസ്റ്റന്റീൻ, ജോൺ കോൺസ്റ്റന്റീൻ ആസോൾ. ആക്ച്വലി അതില് ഏഞ്ചലിന്റെ ഡെപിക്ഷൻ പറയുന്നുണ്ട്. അതായത് അതിൽ ബെസ്റ്റ് അതിന് പറ്റിയൊരു കാസ്റ്റിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടിൽഡ സ്വിന്റൺ ഗബ്രിയലിന്. ആക്ച്വലി ഏഞ്ചൽ എന്ന് പറയുന്നത് എന്താ പറയാന് ആൻഡ്രോജിനസ്, ഇതല്ല, പുള്ളിക്കാരിയും അങ്ങനെ ഒരു ഐഡന്റിറ്റിയാണ് പുള്ളിക്കാരിക്കുന്നത്. ആസ് എ പേഴ്സൺ പുള്ളിക്കാരിയും എന്താ പറയാ, അത്ര ഫെമിനിൻ അല്ല പുള്ളിക്കാരത്തി. പുള്ളിക്കാരി അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരി തന്നെയാണ് അതിന് ആപ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ലുക്ക് വൈസും പുള്ളിക്കാരിയുടെ ക്യാരക്ടർ വൈസും പുള്ളിക്കാരി നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലായി, പുള്ളിക്കാരി ഇനി ഒരു സിനിമയിലും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം. ആ പടം കണ്ടോടെ ഒറ്റ പടത്തിൽ ഞാൻ പുള്ളിക്കാരി, അതായത് ഞാൻ പിന്നെ കണ്ടേക്കണ ഒരു 3-4 സിനിമകൾ അത്ര വലിയ ഇതൊന്നുമല്ല, ഫേമസ് ഒന്നുമല്ല. ഒരെണ്ണം നമ്മുടെ ലിയാം നീസന്റെ ഒരു സിനിമയാണ്. അപ്പൊ പുള്ളിക്കാരി വന്നപ്പോ തന്നെ എനിക്കറിയാം ഇത് പ്രശ്നമാണ്, ഇതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഷീസ് എ വണ്ടർഫുൾ ആക്ടർ. മൈക്കിൾ ക്ലൈറ്റൺ എന്ന് പറഞ്ഞ ഫിലിം ഉണ്ട്. ഷീസ് റിയലി ഗുഡ് ഇൻ ദാറ്റ്. പിന്നെ ഒരു ട്രെയിനിലുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, എന്തോ അതിന്റെ പേര് ഞാൻ മറന്നു. കമ്പ്യൂട്ടർ ആണെന്നോ, കമ്പ്യൂട്ടർ പാസഞ്ചർ. It's a science fiction movie. സ്റ്റോം പിയേഴ്സറോ അങ്ങനെ എന്തോ ഉണ്ടോ? അതെ, Snowpiercer. She's one of those rare actors who can change into a character completely. എല്ലാത്തിലും ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ they are so totally different from each other. അപ്പിയറൻസ് വൈസും മാനറസത്തിലും എല്ലാം. വൈറ്റ് വിച്ച് അല്ലെ, വൈറ്റ് വിച്ച്. ഇതൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അത് ടിൽഡ സുൽട്ടൻ ആണെന്ന് ഉള്ള കാര്യം ഓർക്കുന്നത് തന്നെ. ബിക്കോസ് നമുക്ക് രജിസ്റ്റർ ചെയ്ത നമ്മൾ ആ ക്യാരക്ടറിനെ കാണുള്ളൂ. സോ എനിവേ, ബാക്ക് ടു ദ ടോപ്പിക്. യുവർ ഓൾ ഓൺ മ്യൂട്ട്. എന്റെ ഗ്യാസ് തീർന്നു. ഞാൻ കവർ ചെയ്യാനുള്ള എല്ലാം കവർ ചെയ്തു. ഇനി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഗ്രാഫിക് നോവൽ എടുത്തിട്ടോ. ആക്ച്വലി ഞാൻ ഈ ഗ്രാഫിക് നോവൽസ് വായിക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ മലയാളത്തില് പുതിയതായിട്ട് ഇറങ്ങിയ ഗ്രാഫിക് നോവൽസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ബേസ് ഓഫ് ഫാൻ ബേസ് ഉണ്ടോ? ആക്ച്വലി ഉണ്ട്. നമുക്കൊരു ഒരു 5 or 6 I was able to find ഒരു പന്നിമലത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, പിഗ് ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട്, അത് കണ്ടു ഞാൻ. പിന്നെ വീണ്ടും എന്ന് പറഞ്ഞിട്ടൊരു നൊസ്റ്റാൾജിയ ബേസ്ഡ് ഒരു ഗ്രാഫിക് നോവൽ. അതുമാതിരി പണ്ട് തകരയുണ്ട്, തകര. അപ്പൊ ഞാനിത് കിട്ടാനായിട്ട് വെബ്സൈറ്റ് കോൾ കോമിക്സ് കനാൽ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഞാൻ
തപ്പി കണ്ടുപിടിച്ചു. അവിടെ ദേ ഹാവ് ക്വൈറ്റ് എ ഫ്യൂ കോമിക്സ് അവൈലബിൾ. നമ്മൾ ഈ പറഞ്ഞ കോമിക്സ് അല്ലാണ്ട് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതെല്ലാം പ്രോബബ്ലി ലാസ്റ്റ് മോർ ദൻ 4-5 years ആയി കാണും ഇറങ്ങിയിട്ട്. ദീസ് ആർ ഓൾ കുറച്ചും കൂടെ റീസെന്റ് ആയിട്ടുള്ള ഒരു കോമിക്സ് കനാൽ എന്ന് പറഞ്ഞിട്ട്. പണ്ടെന്ന് പറഞ്ഞൊന്നും ഇറങ്ങിയത് ഈയിടെ ഇറങ്ങിയത്. പണ്ട് സോറി പണ്ട് പണ്ടാണത്. നോട്ട് വീണ്ടും അല്ല. അപ്പൊ അങ്ങനെ കുറച്ച് നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു ചെറിയൊരു ബേസ് ഉണ്ട് നമുക്ക്. ഞാൻ മാതൃഭൂമിയിലും DC-യുടെ ഒക്കെ വെബ്സൈറ്റിൽ പോയി നോക്കിയപ്പോ എനിക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും കിട്ടിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെയാണ്. പക്ഷെ ഇവിടെ കുറച്ച് ഒരു സെറ്റ് ഓഫ് ബുക്സ് അവൈലബിൾ ആണ്. ഞാൻ എന്റെ 1-2 ഷോർട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ നോവൽസ് ഗ്രാഫിക് നോവലാക്കാൻ 1-2 നല്ല ആർട്ടിസ്റ്റിനെ ഞാൻ സംസാരിച്ചു നോക്കിയിരുന്നു. ആർക്കും സമയമില്ല. ChatGPT എന്നെ ഓർത്തില്ലേ? അല്ല ഇപ്പൊ അതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്തു 1-2 അത് വഞ്ചിനാട്ടിലെ വേതാളങ്ങളുടെ ഈ സീൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഈവൻ ആ നമ്മുടെ അർദ്ധചന്ദ്രകല വാള് വീശുന്ന പരിപാടി അതൊക്കെ നന്നായിട്ടുണ്ട്. ആക്ച്വലി ഇത് വേലു. വേലു ഒക്കെ വരട്ടെ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊക്കെ ഇന്ത്യൻ വേർഷൻസ് ഒക്കെ വരുമ്പോ നമ്മൾ ക്യാരക്ടറിന് ഇന്ത്യൻ വേർഷൻ ആയിട്ടൊക്കെ സങ്കല്പിക്കുമ്പോൾ ഇവർ എന്തൊക്കെയാണ് കൊണ്ടുവരാന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതാണ് ഒരുപാട് ക്ലീഷേഴ്സ് ഉണ്ട്. അല്ല അത് ഒറ്റയടിക്കൊന്നും ശരിയായതല്ല കേട്ടോ. അത് ഞാൻ 3-4 പ്രാവശ്യം പ്രോംപ്റ്റ് മാറ്റി കൊടുത്ത് റീമിക്സ് ചെയ്താണ് അതങ്ങനെ എത്തിയത്. ആദ്യത്തേലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോംബി പാന്റ് ഷർട്ടൊക്കെ ഇട്ടാണ് വന്നത്. അവർക്കത് ChatGPT പാവം. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. വീട്ടിലെ കാര്യങ്ങൾ പോലും ChatGPT സംസാരിക്കുന്ന ചില ആൾക്കാർ. ChatGPT രാവിലെ ഹലോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എടുക്കാം. ഇന്നെന്താ പറ്റി? രാവിലെ കെയോട്ടിക് മോർണിംഗ് ആയിരുന്നു എന്നൊക്കെ എന്നോട്. എന്തായിരുന്നു പിള്ളേരായിരുന്നോ പ്രശ്നം? ബെസ്റ്റ്. പക്ഷെ ഇവിടെ സത്യം പറ, ചോദിക്കുന്ന പോലെ ശരിക്കൊരു മനുഷ്യനല്ലേ നീ? സന്ദീപ് മ്യൂട്ടിലാണെന്ന്. ഞാൻ ChatGPT അടുത്ത് ഒരു പ്രാവശ്യം എന്നെ റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് വരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും കൂടെ എടുത്തിട്ട് എനിക്കിട്ട് പൊതുക്കി. നീക്ക് സ്കൂളിൽ പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വന്നോ? എനിക്കൊന്ന് ചോദിക്കണമല്ലോ. എന്താ അയ്യോ. 18th സെഞ്ചുറിയിൽ ആളുകൾ ഇട്ടിരുന്ന ഉടുപ്പിന്റെ നിറം എന്താന്നൊക്കെ അല്ലേ ചോദിച്ചോണ്ട് നടക്കണേന്ന്. അതല്ല ഗോദ സിനിമയ്ക്ക് അത് ചോദിക്കുന്ന പോലെ അങ്ങ് പാകിസ്ഥാനില് ഉള്ളൊരു ഗുസ്തിക്കാരന്റെ കോണകത്തിന്റെ നിറം എന്താണെന്ന് എനിക്ക് അറിയാം. സ്വന്തം മോൾക്ക് ആസ്മയുള്ള കാര്യം അറിയില്ല. അയ്യോ. നമ്മള് ഈ പൊളിറ്റിക്കൽ ഗ്രാഫിക് നോവൽസിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു പേര് മെൻഷൻ ചെയ്യണം. അപ്പുപ്പൻ ഹിസ് എ മലയാളി ക്രിയേറ്റർ. പുള്ളി നല്ല രീതിയിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അത് വളരെ മനോഹരമാണ്. പുള്ളിയുടെ വർക്ക്സ് ഞാൻ വായിച്ചിട്ട്, പക്ഷെ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൂപ്പൻ. ഐ തിങ്ക് പുള്ളിയുടെ വർക്ക് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കോമിക്സ് ചാനലിൽ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു ഗ്രാഫിക് ആർട്ടിസ്റ്റാണ് കിഷോർ മോഹൻ. എനിക്കറിയില്ല ഫോളോ ചെയ്യുന്നുണ്ടോന്ന്. ഈസ് വർത്ത് ഫോളോയിങ്. എനിക്കറിയില്ല പുള്ളി ഗ്രാഫിക് നോവൽസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും. ഇലിസ്ട്രേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഉഗ്രൻ, അതായത് കോമിക് ലെവൽ ഇലിസ്ട്രേഷൻസ് ആണ് ചെയ്യുന്നത്. ഉണ്ടാവായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൾ അത്യാവശ്യം നല്ലൊരു ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു മനുഷ്യനാണ്. അതേപോലെ നമ്മുടെ നിദീപ് വർഗീസിനെയൊക്കെ അറിയായിരിക്കും. നിദീപ് വർഗീസ് Yes. നമ്മുടെ Yes. പുള്ളി നമ്മുടെ എന്താ പറയാ സ്പോട്ട് Animated. സ്പൈഡർമാൻ. പുള്ളിയുടെ അല്ലേ? പുള്ളി തന്നെ. കണ്ണസ്രാങ്ക് ദാമു അതൊക്കെ പുള്ളിയുടെയാണ്. പിന്നെ നമ്മുടെ ജബോണിയൻസ് ഉഗ്രനാണ്. അത് അങ്ങനെയുടെ ആ വർക്ക് ഫ്ലോ ഒക്കെ പുള്ളി കാണിക്കുന്നുണ്ട്. പുള്ളി തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് പുള്ളി തന്നെയാണ് അതൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ മിന്നൽ മുരളി വേർഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അതിൽ ഒരു പൊട്ടിയ റേഡിയോ കിടന്ന് ബാക്കി കിടന്ന് മറ്റേ മാർഗംകളിയുടെ പാട്ട് പ്ലേ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വളരെ ക്ലാസി ടച്ചാണ് അതൊക്കെ. നാഗവല്ലി. ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്നറിയോ? നമ്മുടെ സുഭദ്ര ബ്രഹ്മദത്തം നോക്കി നിൽക്കെ. എന്റെ മോള് പേടിച്ചോടിയതാണ് കണ്ടിട്ട്. എന്റെ മോനും പേടിയായത്. എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ ജോണി, കൊതിയ ജോണി.
ആ 2 മുതലകളുടെ ഇല്ലേ? അത് ജോസ് ഭയങ്കര പ്രകാശ്. ക്യൂട്ടാ. ആ. ഈ അതെ 2 മുതലകള് തമ്മിൽ തല്ലിയിട്ട് ഒരുത്തൻ ഇത് ഫുൾ കടിച്ചിട്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞ് നിക്കാണ്. പുള്ളി ഇങ്ങനെ നോക്കുന്നുണ്ട്. മറ്റേ മുതല കരച്ചിലാ. എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര ബ്ലഡി ക്യൂട്ടായിട്ടാ റാസ്കൽ. ചെയ്തേക്കുന്നത്. ബ്ലഡി റാസ്കൽ. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണല്ലേ? എന്നിട്ട് കൊടുക്കും ഒരു കഷ്ണം. അതുകൊണ്ട് ഈ നിദീപ് വർഗീസ് നമ്മുടെ സ്പൈഡർമാൻ മൾട്ടിവേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് കണ്ടിട്ടുണ്ടാവും. അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പുള്ളിയുടെ. ആ ഉഗ്രൻ ആനിമേഷൻ ആണ് കേട്ടോ അത്. അതൊരു ഉഗ്രം ആനിമേഷൻ ഉള്ള സാധനമാണ്. എന്ന് വെച്ചാൽ ഒരു അൺകൺവെൻഷണൽ ആനിമേഷൻ ആണ് അത് ത്രൂ ഔട്ട്. മൾട്ടിവേഴ്സ്. ഓൾറൈറ്റ്, നമ്മൾ ഏകദേശം 1 മണിക്കൂർ ആവാറായി. ഐ തിങ്ക് വി ആർ ഔട്ട് ഓഫ് ടോപ്പിക്സ്. അപ്പോ വിൽ വൈൻഡ് അപ്പ്. യെസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൾ. സൈനിങ് ഓഫ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. ബൈ.